ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. ഇന്ന് അതിഥിയായി ന്യൂസ് 3 എത്തിയിരിക്കുന്നത് ചിത്രകാരിയായ കണ്ണൂർ സ്വദേശിനി ജിഷയാണ്. എല്ലുകൾ ഒടിയുന്ന അപൂർവ രോഗവുമായി ജനിച്ച ജിഷ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് ഇന്ന് വിജയവഴിയിലാണ്. ചിത്രങ്ങൾ വരയ്ക്കുന്നതിനൊപ്പം കുടനിർമ്മാണവും ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ കൈമുതലായുണ്ട്. സ്വാഗതം ജിഷ ന്യൂസ് 3യിലേക്ക്. ജിഷ, ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചാണ് ജിഷ ഇപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞ് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാക്കുന്നത് ഇതുതന്നെയാണ്. എന്താണ് എനിക്ക് പറ്റുക എന്ന് ജിഷ കണ്ടെത്തിയിരിക്കുന്നു, അതിലൂടെ മുന്നേറുന്നു. എങ്ങനെ പോകുന്നു പെയിന്റിങ്ങും ഒപ്പം കുടനിർമ്മാണവും ഒക്കെ? പെയിന്റിങ് വളരെ മുന്നേ ചെയ്യുന്നുണ്ട്. കുടനിർമ്മാണം ഞാൻ ഒരു സ്വയം തൊഴിലിന് ഒരു വരുമാന മാർഗം എന്നുള്ള നിലയിൽ കണ്ടെത്തിയതാണ്. അപ്പൊ ആദ്യമൊക്കെ കുറച്ച് കുടകൾ നിർമ്മിച്ച് അടുത്ത പ്രദേശങ്ങളിൽ അങ്ങനെയൊക്കെ കൊടുക്കാറായിരുന്നു. ഇപ്പം കൂടുതൽ കുടകൾ നിർമ്മിക്കാറുണ്ട്, വിൽപ്പന നടത്താൻ പറ്റാറുണ്ട്. ഓൺലൈൻ വഴിയാണ് എന്റെ കുട വിൽപ്പന. അല്ലാതെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അറിഞ്ഞൊക്കെ വന്ന് മേടിക്കുന്നവരും ഉണ്ട്. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, ഫ്ലൈ എന്ന് പറഞ്ഞ. അതിൽ എന്നെ പോലെ ഒരു 25ഓളം ആളുകൾ കുട നിർമ്മിക്കാറുണ്ട്. എല്ലാവരുടെ കൂടെയും ഞാൻ വിൽപ്പന നടത്താറുണ്ട്, എന്റെ കൂടെ മാത്രമല്ല. അതിലൂടെ എനിക്കൊരു വരുമാന മാർഗം കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്റെ കാര്യത്തിനുള്ള ഇത് ആരെ ആശ്രയിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആഹാ, ഗംഭീരം. അപ്പം നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം ജിഷ. എന്തായിരുന്നു ജിഷയുടെ രോഗത്തെക്കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നറിയാം, എങ്കിൽ പോലും എല്ല് പൊടിയുന്ന രോഗം അല്ലെങ്കിൽ ആ രോഗം ജന്മനാ ഉണ്ടായതാണ്. അത് എപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത്? എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് പറയാമോ? എനിക്ക് ജനിച്ചപ്പോഴേ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ജനനത്തിന് മുന്നേ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ കൈ ഒടിഞ്ഞു. അപ്പൊ അതെന്താണ് ഇങ്ങനെ വേദന എന്നറിയാൻ വേണ്ടി ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി കുറെ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ എല്ലിന് ബലമില്ലാത്ത രോഗമാണ് ഈ കുട്ടിക്ക് എന്നുള്ളത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ്. പിന്നീട് ഒരുപാട് ചികിത്സകൾ നടത്തി. പക്ഷെ അന്ന് ഈ ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞ രോഗമാണ് എനിക്ക്. എല്ലിന് ബലമില്ലാതെ എല്ല് ഒന്ന് അനങ്ങിയാൽ വരെ എല്ല് പൊട്ടിപ്പോവായിരുന്നു. അപ്പൊ ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമാണ് അത് കണ്ടെത്തിയത്. അപ്പൊ അവന് മരുന്നില്ലെന്ന് പറഞ്ഞു. എല്ലൊടിയാതെ നോക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പൊ എന്റെ കുട്ടിക്കാലൊക്കെ ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ടും മറ്റു കുട്ടികളൊന്നും തട്ടിയിടാതെ മേശപ്പുറത്ത് ഇരുത്തി അങ്ങനെയൊക്കെയാണ് എന്റെ കുട്ടിക്കാലം. എന്നാലും എങ്ങനെയെങ്കിലും ഒരു അനക്കം തട്ടിയാൽ ഒടിയുമായിരുന്നു. അങ്ങനെ ഒരു 15 തവണയിലധികം കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം നമ്മുടെ ഒരു 15 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലിന് ഒരു ബലം വരും, അങ്ങനെ ഇത് മാറുമെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞത്. പിന്നീട് എന്റെ ഒരു 16-17 വയസ്സൊക്കെ മണിപ്പാലിൽ ഈ രോഗത്തിന് മരുന്നുണ്ടെന്ന് കണ്ടിട്ട് ഇങ്ങനെ പത്രവാർത്ത കണ്ടിട്ട് അങ്ങനെ അന്വേഷിച്ച് പോയി. കുറെ നല്ല ആൾക്കാർ കമ്മിറ്റിക്ക് ഉണ്ടാക്കി, അങ്ങനെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ഉണ്ടാക്കി അങ്ങ് പിരിവൊക്കെ എടുത്തിട്ടാണ് അവിടെ പോയി ഒരു 5 ഇഞ്ചക്ഷൻ ചെയ്തു. അതിന് ശേഷമാണ് എല്ലുകൾ ഒടിയാതെ ആയത്. അതിന് രോഗത്തിന്റെ അവസ്ഥയുണ്ട്, എന്നാലും എല്ലുകളൊന്നും ഇപ്പൊ ഒടിയാറില്ല. വേദനകൾ വരും. പിന്നെ എനിക്ക് കോവിഡിന് ശേഷം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രഷർ, ശ്വാസം മുട്ടല്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേൾവിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ കോവിഡിന് ശേഷമാണ്. എപ്പോഴും മരുന്നൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ പോണത്. പിന്നെ എനിക്ക് അമ്മയും അനിയനുമാണുള്ളത്. അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ട് 25 വർഷമായി. അനിയൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ പോയതാ ഞങ്ങൾ ഇട്ടിട്ട്. അപ്പൊ അമ്മ ആലക്കോട് ഒരു ആദ്യമൊക്കെ അമ്മ കൂലിപ്പണിയായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് വനിതാ ബാങ്കിൽ കളക്ഷനായിട്ട് ജോലി കിട്ടി. അപ്പൊ അമ്മ അങ്ങനെ കഴിഞ്ഞ് പോകും. പിന്നെ അനിയൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. ഇപ്പൊ ഡ്രൈവറാണ്, എല്ലാ വണ്ടി എടുക്കും. അപ്പൊ ആളങ്ങനെ പോന്നു. പിന്നെ പകലൊക്കെ ഞാൻ വീട്ടിലെത്തിക്കാനുണ്ടാവുക. ആ സമയത്താണ് എന്റെ ചിത്രരചനയും തയ്യലും കുട നിർമ്മാണം ശരി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വേദനയുടെയും ഒക്കെ ആയിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു. സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ഓടിച്ചാടി കളിച്ച് നടക്കാനോ ഒന്നും പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ആരും വന്ന് തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു പ്രകൃതം, അല്ലെങ്കിൽ നമുക്കതേ പറ്റുള്ളായിരുന്നു. പിന്നീട് ഈ ചികിത്സ കിട്ടിയതിന് ശേഷം പഠനം നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് ജിഷ? പഠനം അതുപോലെ ആദ്യം ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോ എന്നെ അടുത്തുള്ള ഒരു അംഗൻവാടിയില്ല ഒരു
ടീച്ചർ നടത്തുന്ന ഇങ്ങനെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഉം, ഉം, അവിടെ കൊണ്ട് ഉം, വിടുമായിരുന്നു. അപ്പൊ അമ്മയായിരുന്നു ആദ്യം അക്ഷരമൊക്കെ പഠിപ്പിച്ചേ. അപ്പൊ അവിടെ ഉം, കൊണ്ടുവിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി തട്ടിയിട്ട് എന്റെ കാലൊടിഞ്ഞു. അതിനുശേഷം ഉം, പിന്നെ അങ്ങനെ പോകാതെയായി. പിന്നെ ഉം, വീട്ടിലിരുന്ന് തന്നെ ഞാൻ ഈ ബാലരമ ബാലമംഗളൊക്കെ വാങ്ങിയിട്ട് ഉം, അതിലൂടെയാണ് ഞാൻ വായിക്കാൻ പഠിച്ചത്. അങ്ങനെ ഉം, ഉം, പിന്നെ അതിൽ കളർ ചെയ്ത് അങ്ങനെയാണ് ചിത്രരചനയിലേക്ക് വന്നത്. പിന്നെ ഉം, അതിന് ഉം, ശേഷം ഇപ്പൊ ഞാന് തുല്യതാ പരീക്ഷ സാക്ഷര കമ്മീഷന്റെ അത് ഉം, 4ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും വീട്ടിലിരുന്ന് പഠിച്ചിട്ട് പരീക്ഷ ഉം. എഴുതി. പിന്നെ തുടർന്ന് എനിക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല. പഠിപ്പിച്ചു തരാൻ ഒരാൾ വേണമായിരുന്നു. ഉം. അതങ്ങനെയൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ അത് പറ്റില്ല. മിടുക്കി. ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? പഠിക്കണം അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഉം, മുന്നേ ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെയൊക്കെ പോലെയുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ ഒരുപാട് സ്കൂളുകളും ഒക്കെ തയ്യാറായിരുന്നു. അന്ന് എന്റെ ചെറുപ്പകാലത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അമ്മ എന്റെ ഉം, അടുത്തുള്ള സ്കൂളുകളിലൊക്കെ പോയി ചോദിച്ചു. അപ്പം എന്നെ പോലെ ഒരാളെ പഠിപ്പിക്കാൻ അങ്ങനെ ഒരു സംഭവം അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോ ഉം, 38 വയസ്സുണ്ട്. പക്ഷെ ഇന്ന് ഉം, എനിക്ക് ഉം, ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരും പഠിക്കുന്നു. എന്നെക്കാളും ശാരീരികമായി മോശം അവസ്ഥയിലുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട്. അതിന്റെ ഉം, സാഹചര്യം ഇന്നുണ്ട്. അന്ന് അത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഉം, എന്റെ പഠനം പകുതി വഴി പോയത്. ഉം, ഉം. ജിഷ വീൽ ചെയറിലാണല്ലേ? അതെ അതെ. ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്. അതിലാണ് ഞാൻ പകല് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്ടാവും. അപ്പൊ അമ്മ എല്ലാം ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ട് പോകും. ഞാൻ ഉം, വീൽ ചെയറിൽ പോയി ഒക്കെ എടുത്ത് കഴിക്കും. പിന്നെ അമ്മ ഉം, ഉള്ളപ്പോഴും പുറത്തേക്ക് മുറ്റത്തൊക്കെ ഇറങ്ങുള്ളൂ. അമ്മ കതകൊക്കെ അടച്ചിട്ടാ പോകുന്നത്. ഉം, ഉം. അപ്പോ അപ്പൊ ഇത് സഹായത്തിന് ഇപ്പൊ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും വീട്ടില് കഴിയാം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയല്ലേ ജിഷ? അതെ അതെ. അത് മുന്നേ ആദ്യമൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കങ്ങനെ ഉം, കൂട്ടിരിക്കാനൊന്നും വന്നിരിക്കാൻ ആരും ഇല്ലായിരുന്നു. അതെ. ആദ്യ ഉം, കാലത്തൊക്കെ അമ്മേനെ അയൽവക്കത്തെ വീട്ടുകളിൽ കൊണ്ടാക്കിയിട്ട് പോവുമായിരുന്നു. എന്നിട്ട് പിന്നെ ഉം, ഉം, അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പൊ അന്നേരം ഉം, കുറച്ചു കാലത്തിന് ശേഷം ഞാനത് മനസ്സിലാക്കി. ഞാൻ അങ്ങനെ ഉം, വേറെ വീട്ടിൽ പോയിരുന്ന അവർക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാം. അപ്പൊ ആദ്യമൊക്കെ അമ്മയ്ക്ക് പേടിയായിരുന്നു ആക്കിയിട്ട് പോകാൻ. അപ്പൊ അന്ന് ഉം, നമുക്ക് ചെറിയൊരു വീടായിരുന്നു. അടച്ചുറപ്പുള്ള വീടൊന്നും ആയിരുന്നില്ല. അതിന് ഉം, ശേഷം ഞാൻ ഈ തുല്യതാ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി സാറിന്റെ ഭാര്യ അവളെ ടീച്ചർ എന്നെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉം, അവരുടെ ഉം, സഹായത്തിൽ ഞങ്ങൾക്കൊരു കൊച്ചു വീടുണ്ടാക്കി. ഉം, അതിനുശേഷം ഞാൻ പിന്നെ വീട്ടിൽ തന്നെ അപ്പൊ നല്ല ഉം. കഥകൊക്കെ അടച്ചിട്ട് ഇരിക്കുന്നോണ്ട് അമ്മയ്ക്കും പേടിയില്ലാതെ അമ്മ പോകും. ഉം. ജിഷ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ജിഷയെ അതിഥിയായി വിളിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊരു പ്രചോദനം എന്ന രീതിയിൽ കൂടിയാണ്. ഒപ്പം ജിഷയ്ക്കൊരു സഹായം, ജിഷയുടെ കുടകൾ, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയണം നമുക്ക്. അതിലേക്ക് വരാൻ ഞാൻ. അതിനു മുൻപ് ജിഷ തളർന്നു പോയ ഒരു ഘട്ടം ഉണ്ടാകുമല്ലോ എപ്പോഴായാലും. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അയൽവക്കത്ത് പോയിരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ഇപ്പോഴും അത് തോന്നുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആ ഘട്ടം എങ്ങനെയാണ് മറികടന്നത്? അവിടെ ആരായിരുന്നു ഒന്ന് കൈപിടിച്ച് നമ്മളിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, മുന്നോട്ട് പോയേ പറ്റും, നമ്മുടെ തൊഴിൽ എന്തെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇടം എന്തെന്ന് നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ ആ ഒരു തോന്നൽ ഉണ്ടായ ഒരു നിമിഷം ഉണ്ടല്ലോ, അതെന്തായിരുന്നു? അതെവിടെയായിരുന്നു? ഏത് പ്രായത്തിലായിരുന്നു? അത് എന്റെ അച്ഛൻ പോയ സമയത്ത് തന്നെയാണ്. അങ്ങനെ അതിനു മുന്നേ ഞാൻ അങ്ങനെ എന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് ഉം, 13 വയസ്സുള്ളപ്പോഴാണ് എന്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയത്. അപ്പൊ ഉം, അന്നേരം അമ്മയ്ക്കൊരു പണിയോ ഞങ്ങൾക്കൊരു വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ആലോചനയിൽ ഇങ്ങനെ അന്നേരം നമ്മൾ കുടുംബശ്രീയിലൊക്കെ എന്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബശ്രീ വഴി ഇങ്ങനെ കുട നിർമ്മാണം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഉം, കേട്ടിട്ട് ആലക്കോടിലെ ഒരു അലോഷി എന്ന് പറഞ്ഞ ആ ചേട്ടൻ ഇപ്പൊ വിദേശത്ത് എവിടെയോ ആണ്, എവിടെന്നെങ്കിലും ഉം, കാണുമായിരിക്കും. ആ ചേട്ടനാണ് ഞങ്ങളെ വന്ന് എന്നെ അമ്മേനെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് വന്നത്. എന്നിട്ട് ഞാനും ഉം, അമ്മയും കൂടി കുട നിർമ്മിക്കാൻ പഠിച്ചു. പിന്നെ അതിന് ഉം, ശേഷം ഞങ്ങൾ ഒരു 2-3 വർഷം അങ്ങനെ ചെയ്ത് കുട വിൽപ്പന നടത്തി. പിന്നീട് അമ്മ ഇങ്ങനെ ഉം, ജോലിക്ക് പോവാ അങ്ങനെ ആയല്ലോ. അത് അമ്മയ്ക്ക് ചെറിയ വരുമാനമേ ഉള്ളൂ. എന്നാലും അമ്മ അങ്ങനെ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇത് നിർത്തിയില്ല. കുട എല്ലാ ഉം, വർഷവും കുറച്ച് കുട, ഒരു 100 കുടയെങ്കിലും അതിന്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഞങ്ങൾ തന്നെ നിർമ്മിച്ച് നമ്മൾ തന്നെ എല്ലാം അന്നേരം നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഉം, സംഘടന വഴി മെറ്റീരിയൽ എത്തിച്ചേരുമ്പോൾ കൂടുതൽ എളുപ്പമുണ്ട്. അങ്ങനെയാണ് ഉം. ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. ഒരു വരുമാന മാർഗം എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇതാണല്ലോ. പിന്നെ ഞാൻ അതിന് ശേഷം തയ്യൽ പഠിച്ചു. തയ്യൽ പഠിച്ചിട്ട് അത്യാവശ്യം പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എന്റേതൊക്കെ തയ്ച്ചു. അതിനുശേഷം ഈ കുട നിർമ്മാണത്തിലേക്ക് വന്ന് നമ്മൾ ആദ്യമായിട്ട് കുട ഉണ്ടാക്കി ഇത് കച്ചവടം തുടങ്ങിയപ്പോൾ ആളുകൾ അറിഞ്ഞു വരണമല്ലോ, ഇത് ജിഷ ഇങ്ങനെ കുട നിർമ്മിക്കുന്നുണ്ട് എന്നും ഒരു പരസ്യം വേണമല്ലോ. അതെങ്ങനെയായിരുന്നു കൂടുതൽ ആളുകളിലേക്ക് എത്തി? ഓൺലൈനിലേക്കൊക്കെ എത്തിയത് എങ്ങനെയായിരുന്നു കച്ചവടം?
ആദ്യകാലത്ത് ഓൺലൈൻ വീട്ടും ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉം, അപ്പൊ അന്നേരം ഉം, നമ്മളിങ്ങനെ അടുത്ത പ്രദേശങ്ങളിൽ അറിയുന്നവര് മേടിക്കും. അപ്പൊ വളരെ കുറച്ചു കൂടിയേ നമുക്ക് വിൽപ്പന നടത്താൻ പറ്റൂലായിരുന്നു ഓരോ വർഷം. ഉം, 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 പിന്നീട് ഈ ഫോണും വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ആയതിനു ശേഷം ഞാൻ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ ഇടും. എല്ലായിടത്തും ഉം, ഇടും. അങ്ങനെ പിന്നെ ഉം. ഒരുവിധം എല്ലാവരും തന്നെ അറിഞ്ഞു തുടങ്ങി. ഓരോ വർഷം പുതിയ പുതിയ ആളുകൾ കുട വാങ്ങാറുണ്ട്. പിന്നെ സ്ഥിരം വർഷങ്ങളായിട്ട് എന്നോട് കുട മേടിക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ സംഘടന വഴി ചെയ്യുമ്പോ കുറച്ചും കൂടി പബ്ലിസിറ്റി വന്നു. പിന്നെ ഒരു ഉം, 2-3 വർഷം മുമ്പ് ശ്രീനേട്ടനില്ലേ, ശ്രീനിയാലക്കുട, അദ്ദേഹം ഒരു ഉം, വീഡിയോ ചെയ്തപ്പോഴാണ് കൂടുതൽ കുട എനിക്ക് ചെലവായത്. ആ വർഷം ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കുട വിൽപ്പന നടത്തിയത്. ഉം, അപ്പൊ ഉം. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് മെയിൻ ആയിട്ടുള്ള, ഞാൻ തന്നെയാണ് അതിന്റെ പരസ്യം ചെയ്യുന്നത്. എല്ലാരും സത്യത്തിൽ നല്ല സോഷ്യൽ മീഡിയ സപ്പോർട്ടാണ്. നമുക്ക് വലിയ അനുഗ്രഹമാണല്ലേ ജിഷ? നമ്മളെപ്പോലെ ഉള്ളവർക്ക് നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് അങ്ങനെ പരസ്യം ചെയ്ത് കൊടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ അവസ്ഥയും അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്കപ്പുറം നമ്മുടെ കുടകളുടെ മേന്മയും നമ്മുടെ പ്രോഡക്റ്റും ഒക്കെ പരിചയപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു അത്രയും മികച്ച ഒരു സാധ്യത തന്നെയാണ് സോഷ്യൽ മീഡിയ അല്ലേ? എങ്ങനെയാ എല്ലാത്തിലും വൈറലാണ്, എല്ലാത്തിലും നന്നായി സജീവമായിട്ട് ഉപയോഗിക്കാറുണ്ടോ? ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ? ഉണ്ട് ഉണ്ട്. സോഷ്യൽ മീഡിയ യൂട്യൂബിൽ എന്റെ പേരിൽ ഒരു ചാനലൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വരെ ഇതൊരു അവസരം കിട്ടുമ്പോൾ ജിഷ കാണാത്ത പറഞ്ഞോളൂ. ഒരു ചാനൽ ഉണ്ടെന്ന് പറയാതെ എന്റെ ചാനലിന്റെ പേര് ഇതാണെന്നങ്ങ് പറഞ്ഞോളൂ. ചാനലിന്റെ പേര് ജിഷ ആലക്കോട് തന്നെയാണ്. ജിഷ ആലക്കോട്. പിന്നെ അതെ അതെ, ജിഷ ആലക്കോട്. ഫേസ്ബുക്കിലും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പൊ ഉം, അതിലൂടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നല്ല നല്ല ഒരു വർഷങ്ങളായിട്ട് എന്നോട് തന്നെ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ എന്നെ ആരെങ്കിലും ആയിട്ട് അങ്ങനെ പറഞ്ഞു വിടുവോ, അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ളവർക്ക് അങ്ങനെയൊക്കെ വാങ്ങുന്ന ഒരുപാട് കുടകൾ ഒന്നിച്ചു വാങ്ങുന്ന സുഹൃത്തുക്കൾ വരെ ഉണ്ട് സോഷ്യൽ മീഡിയ. ഞാൻ ശരിക്കും ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഈ കുട വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ശരിക്കും ഞാൻ ഒരാളെ പുതിയ കുട പരിചയപ്പെടുമ്പോ അവരോട് ഒരു കുട മേടിക്കാൻ പറയാം എന്നുള്ളതിലാണ് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുന്നത്. ദാ ഒരു വശത്ത് ഇപ്പൊ ജിഷയുടെ ഒരു വശത്ത് കാണുന്നത് ജിഷ ഉണ്ടാക്കിയ നല്ല മനോഹരങ്ങളായ കുടകളാണ്. നമ്മൾ നോർമലിലുള്ള കറുത്ത കുടയുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പം ന്യൂജൻ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ അവരുടെ ഡ്രസ്സിന് യോജിച്ച മാച്ച് ചെയ്യുന്ന കുടകൾ. പക്ഷെ എല്ലാ തരത്തിലുള്ള കുടകളും നമുക്കുണ്ടല്ലേ ചിത്ര? അല്ല ജിഷ? അതെ അതെ, ഉണ്ട് ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഈ സംഘടന വഴി കുട ഇറക്കുമ്പോ ഒരുപാട് ഉം, നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൂര് പോയിട്ട് എന്റെ അമ്മ സാധനം എടുത്തിട്ട്, അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതിന്റെ കിറ്റിനൊക്കെ ഉം, ഭയങ്കര റേറ്റ് ആണ് ഇപ്പോഴേ. ഉം, അപ്പൊ ഉം, നമുക്ക് കുട ഒരുപാട് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. ഒരു 50-100 ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉം, നമുക്ക് അധികം ഒരു വർണ്ണങ്ങളുടെ സംഭവം ഒന്നും ഇറക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഉം, ഫ്ലൈയുടെ നേതൃത്വത്തിൽ കുട ഇറങ്ങുമ്പം 5000-10,000 കുടയൊക്കെ ഒരുമിച്ചാണ് ഫ്ലൈ ഇറക്കുക. അപ്പൊ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുടകൾ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഉം, ഒരുപാട് പേര് നിർമ്മിക്കുന്നവരും ഉണ്ട്. അപ്പൊ എന്റെ ഉം, കൈകളിലേക്ക് ഒരുപാട് വർണ്ണക്കുടകൾ വരുന്നുണ്ട് ഇപ്പൊ. അത് ഭയങ്കര ഉം, ഉം. സന്തോഷമുള്ള കാര്യം. പിന്നെ അത് നമ്മൾ നിർമ്മിച്ച കുടയിലൂടെ ഒരാൾ പോകുമ്പോ നമുക്കൊരു അങ്ങനെ ഫോട്ടോസ് ഒക്കെ അയച്ചു തരാറുണ്ടോ ജിഷയ്ക്ക്? ഈ ഇത് കുട വാങ്ങിയതിന് ശേഷം ഇഷ്ടപ്പെട്ട ഹാപ്പി കസ്റ്റമർ എന്ന് പറഞ്ഞ് നമുക്ക് ഫോട്ടോസ് ഒക്കെ വരാറുണ്ടോ? ഉണ്ട് ഉണ്ട്. വർഷങ്ങളായിട്ട് കുട മേടിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അവരെല്ലാം അത് ഉപയോഗിച്ചിട്ട് നല്ല ഇതാണ്, 3-4 വർഷമൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അപ്പൊ സന്തോഷമുള്ള കാര്യം. നമ്മളിപ്പോ പിന്നെ 5 ഫോൾഡ് കുറച്ച് വരെയൊക്കെ എത്തിയിട്ടുണ്ടല്ലോ അപൂർവം കൂടാ. ജിഷയുടെ കൂടെയൊക്കെ ഏതുവരെ എത്തി? ആ 5 ഫോൾഡ് ഒക്കെ എത്തിയോ അതോ 3 ഫോൾഡ്? 5 ഫോൾഡ് ഉണ്ട്, പക്ഷെ അതിനധികം ചെലവില്ല. 3 ഫോൾഡിനാ കൂടുതൽ ചെലവുള്ള. ആണോ? ആ ഹാ ഹാ. ആ, അതുകൊണ്ട് അതാ കൂടുതൽ. പിന്നെ കുട്ടികളുടെ കുടയില്ലേ, ഇപ്പൊ ചെറിയ ആ കുട്ടികളുടെ അതൊക്കെ കൂടുതൽ ചെറിയ ചെയ്യും. കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കുട. ആ. ഉം. അതെ 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 അതെ. അപ്പൊ എല്ലാ ടൈപ്പും നമ്മുടെ കയ്യിലുണ്ട്. വലിയ കാലം കൂട അതെല്ലാം ഉണ്ട്. ഉണ്ട് ഉണ്ട്. എല്ലാ ടൈപ്പ് കുടകളും ഉണ്ട്. എല്ലാ ടൈപ്പ് കുടകളും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഉണ്ടാകും. ജിഷയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ജിഷയിലേക്ക് എത്താൻ ഇതുവരെ കഴിയാത്തവർ, അവർക്ക് വേണ്ടി നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. 8547577473 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജിഷയ്ക്ക് അതൊരു വലിയ സഹായവും ആവും അല്ലേ ജിഷ? അതെ അതെ അതെ. നമ്മള് അപ്പൊ എന്തായാലും ഒരാള് നമ്മളെ പറഞ്ഞോളൂ. നമ്മളൊരു തൊഴിൽ ചെയ്തിട്ട് നമുക്കൊരു 10 രൂപ നമ്മളുടെ സ്വന്തമായിട്ടുള്ളതും വേറൊരാള് നമുക്കൊരു 100 രൂപ കയ്യിൽ വെച്ച് വെറുതെ തരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ 10 ഉം, രൂപയ്ക്കായിരിക്കും ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് മൂല്യം കൂടുതൽ. മറ്റ് ഉം, ഒരാള് നമുക്കൊരു സഹായം ചെയ്തു തരിക എന്നുള്ളത്
അത് അവര് സഹതാപത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതില് എനിക്കത്ര തൃപ്തി തോന്നാറില്ല അങ്ങനെ. ഞാൻ എന്റെ ഉം. ഒന്നില്ലെങ്കിൽ എന്റെ ചിത്രം വിറ്റിട്ട് എനിക്കൊരു പൈസ കിട്ടും, അല്ലെങ്കിൽ കുട വിറ്റിട്ടൊരു പൈസ കിട്ടും. അതാണ് ജിഷ പറയുന്നത്. എല്ലാവർക്കും ഇത്തരത്തിലുള്ള വൈകല്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ള ആളുകളുടെ മനസ്സ്, അതാണ് ജിഷ പറയുന്നത്. അവർക്ക് ആർക്കും വേണ്ടത് സിമ്പതി അല്ല, മറിച്ച് അവർ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ കൊടുക്കുന്ന കൂലി, അത് അവരുടെ സ്വന്തമായിട്ട് അവർ അധ്വാനിക്കുമ്പോൾ അത്രയും സന്തോഷം എന്നുള്ളതാണ്. ജിഷ, അപ്പോൾ ഈ കുട നിർമ്മാണം ഉണ്ട്, ഒപ്പം ഫാഷൻ ഡിസൈനിങ് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ബ്ലൗസ്, നൈറ്റി, ചുരിദാറ്, ഫ്രോക്ക് ഒക്കെ തയ്ക്കാറുണ്ട്. എന്റെ അമ്മയുടെ ഒക്കെ ഡ്രസ്സ് ഞാൻ തന്നെ തയ്ക്കാറ്. പിന്നെ നൈറ്റിയുടെ തുണി മെറ്റീരിയൽ ഇല്ല, അതൊക്കെ എടുത്തിട്ട് അടുത്തുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ തയ്ച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ തയ്യൽ നമ്മൾ എങ്ങനെയാ അപ്പം സ്റ്റിച്ചിങ് എങ്ങനെയാ ചെയ്യുന്നത്? പാടല്ലേ, ബുദ്ധിമുട്ടല്ലേ? അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ ബുദ്ധിമുട്ട് ആയാലും നമ്മൾ ഒരു ഇത് ചെയ്തിട്ട് നമ്മൾ ഒരാൾക്ക് ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുത്ത് അവരത് ഇടുവാന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമല്ല. ഇതൊക്കെ ചെയ്യുന്നത് ഒറ്റയ്ക്കാണോ ജിഷ? ഈ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും ബാക്കി കുട നിർമ്മാണം ആണെങ്കിലും ഒക്കെ എല്ലാം ഒറ്റയ്ക്ക് തന്നെയാ ചെയ്യുന്നത്? അതെ അതെ അതെ. ആരും സഹായത്തിനൊന്നും ഇല്ല? അമ്മ ഇങ്ങനെ എല്ലാം എല്ലാം അടുപ്പിച്ചൊക്കെ തന്നിട്ട് അമ്മ പോകും. അമ്മ രാവിലെ ജോലിക്ക് പോയ പിന്നെ വൈകുന്നേരം ആവും വരാന്. അപ്പൊ എല്ലാം അടുപ്പിച്ചിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നു. നമുക്കൊന്ന് വിപുലീകരിക്കണ്ടേ നമ്മുടെ യൂണിറ്റ്? കുറച്ച് ആൾക്കാരെയൊക്കെ ഇരുത്തി അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? എന്താണ് സ്വപ്നം? എന്താണ് സ്വപ്നം? ഒരു വലിയ ചിത്രകാരിയായി അറിയപ്പെടണം. പിന്നെ എനിക്കൊരു സ്വന്തമായ ഒരു വരുമാന മാർഗം ഉണ്ടാവണം. അതിനൊക്കെ വേണ്ടിയാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെയാണ് സ്വപ്നം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ചിത്രകാരി എന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. കുട നിർമ്മാണത്തിലോട്ടും ഫാഷൻ ഡിസൈനിങ്ങിലോട്ടും ഒക്കെ കൂടുതൽ വന്ന ചിത്രകാരി, അതിലേക്ക് വരാം നമുക്ക്. ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് എപ്പോഴും? ചെറുതിലേ തൊട്ട് ചിത്രങ്ങൾ, നേരത്തെ പറഞ്ഞു ബാലരമയൊക്കെ വായിച്ച് അതിൽ കളർ ചെയ്താണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. അത് എല്ലാവരുടെയും കുട്ടിക്കാലത്തുള്ളതാണ്. പക്ഷെ അതൊരു കരിയറായിട്ട് വരിക, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതെങ്ങനെയായിരുന്നു? ആരാണ് ജിഷ ഒരു നല്ല ചിത്രകാരിയാണെന്ന് ആദ്യം പറഞ്ഞത് മനസ്സിലുള്ളത്? അത് ഞാൻ ആദ്യം മുതലേ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് എന്റെ വീട്ടിൽ തന്നെ വെക്കും. ആരും അങ്ങനെ കാണാറില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ തുല്യതാ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്താണ് ശരിക്കും എന്റെ പത്രവാർത്തയൊക്കെ ഒരുപാട് പത്രങ്ങളിലൊക്കെ. ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ടല്ലേ ജിഷ? കുഴപ്പമില്ല. ജിഷയ്ക്ക് കോള് വരുന്നുണ്ടോ? ഇപ്പൊ നമ്മള് നമ്പർ കൊടുത്തത് അബദ്ധമായോ? ഉടനെ തന്നെ കോള് വരുന്നുണ്ടോ? അതോ ഇത് ലൈവ് ആണോ എന്ന് അറിയാനൊക്കെ ആളുകൾ വിളിക്കുന്നതാണോ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നവരോട് കുറച്ചു നേരത്തേക്ക് ഒന്ന് സമാധാനമായിട്ടിരിക്കും. നമുക്ക് ഈ ഷോ കഴിഞ്ഞിട്ട് ജിഷയെ വിളിക്കാം. അപ്പൊ ജിഷ പറയും, മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്, നമ്മളത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് സൂര്യ ഫെസ്റ്റിവലിൽ അടക്കം അല്ലേ? അതെ അതെ. അപ്പൊ ഞാൻ 10ാം ക്ലാസ് വന്ന ആ സമയത്ത് പത്രത്തിൽ വന്നതുകൊണ്ട് ചാനലുകളിലൊക്കെ പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നത്. അങ്ങനെയാണ് ഞാൻ ജിഷ ആലക്കോട് എന്ന് തന്നെ അറിയപ്പെട്ടത്. അങ്ങനെയാ. അവിടെ തിരുവനന്തപുരത്ത് നമ്മൾ എവിടെയാണെന്ന് എഴുതുമ്പോൾ കണ്ണൂർ ആലക്കോട് എന്നല്ലേ പറയാ. അപ്പൊ അങ്ങനെയാണ് ജിഷ ആലക്കോട് എന്നുള്ള ഒരു പേര് തന്നെ വന്നു. അങ്ങനെയാണ് ചിത്രകാരിയായിട്ട് അറിയപ്പെടുന്നത്. ഒരുപാട് ജിഷയ്ക്ക് ഇപ്പൊ തന്നെ ഒരുപാട് കോളുകൾ വരുന്നു. നമുക്കത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ സൂമിലൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ജിഷ. അതെ അതെ. ഈ കോളുകളെല്ലാം ഗംഭീരമായിട്ടുള്ള ഒരു കച്ചവടത്തിന്റെ മുന്നോടിയായിട്ട് ഞാൻ കാണുന്നു കേട്ടോ. ആ സന്തോഷം ഞാനും കൂടി അനുഭവിക്കുന്നുണ്ട്. അത് തന്നെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. അതെ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അതിനുശേഷം ഈ ചിത്രരചനയിലേക്ക് വന്നു. നമ്മുടെ മീഡിയം ഏതായിരുന്നു? പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നത് വാട്ടർ കളറിലായിരുന്നു അതോ ഓയിൽ പെയിന്റ് ആണോ? ഹലോ, കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? കേൾക്കാമോ? വാട്ടർ കളർ ആയിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് അതോ ഓയിൽ പെയിന്റിംഗ് ആയിരുന്നോ? എന്തായിരുന്നു മാധ്യമം? വാട്ടർ കളറാണ്. വാട്ടർ കളറിൽ ഈ അക്രലിക്
അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാൻവാസിൽ ഉം, ഉം. ചിത്ര ഓയിൽ പ്രദർശനങ്ങൾ കളറൊന്നും ചെയ്ത് നടത്തിയിട്ടുണ്ടോ? നമ്മുടെ പെയിന്റിങ്സിന്റെ പ്രദർശനങ്ങളൊക്കെ നടത്താൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട് ഇങ്ങനെ എക്സിബിഷൻ സ്കൂളുകളിലും അങ്ങനെയൊക്കെ ഒത്തിരി ഉം, നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഉം, ഒരു ഉം, സോളോ എക്സിബിഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. ഉം, അതിനൊരു ആഗ്രഹമുണ്ട്. ഒരു വലിയൊരു എന്നെ കാലിൽ എന്റെ ചിത്രങ്ങൾ മാത്രമായിട്ടുള്ള ഒരു എക്സിബിഷൻ അങ്ങനെ ഇങ്ങനെ ഉം, ഗ്രൂപ്പായിട്ട് ഒരുപാട് ചെയ്തിട്ടില്ല വേറെ ആളുകളുടെ ഒക്കെ കൂടെ. അപ്പൊ അങ്ങനെ ഉം. ഒരു ആഗ്രഹം ബാക്കിയുണ്ട്. ഈ അടുത്ത് ചെയ്യട്ടെ, നമുക്ക് ദുബായിൽ ഉടനെ നമ്മുടെ ചെയ്യണം. ഉടനെ ചെയ്യണമെന്ന് ഞാൻ പറയായിരുന്നു. അതിനുവേണ്ടിയുള്ള ചിത്രങ്ങൾ വീട്ടിലുണ്ടോ? പ്രദർശനത്തിന് വെക്കാൻ അത്രയുമുള്ള ചിത്രങ്ങൾ വരച്ചു കൂട്ടിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഇഷ്ടം വരയ്ക്കാൻ? പ്രകൃതി തന്നെയാണോ? ഉണ്ട് 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 ഉണ്ട്. വരയ്ക്കാൻ പ്രകൃതി ദുബായ് എക്സിബിഷൻ നമ്മുടെ കോഴിക്കോടിലെ ഉം, സ്വപ്നേത്രന്റെ കെയർ ഓഫില് അങ്ങനെ ദുബായിൽ എക്സിബിഷൻ നടത്തി 2 ചിത്രം അവിടെ വിറ്റുപോയായിരുന്നു. അതാണ് എന്റെ ഈ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ സന്തോഷം. ഉം, ഉം. അപ്പൊ ഇപ്പൊ ഈ വരയ്ക്കുന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് കുട നിർമ്മാണത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സീസണിലാണല്ലോ, കാരണം മഴ വരുന്നു, അതുകൊണ്ട് കുടകൾ കൂടുതൽ വേണ്ടി വരുമോ? ആയതുകൊണ്ട് ഉം, ഇപ്പൊ അതിലാണ് കൂടുതൽ. ഉം. ഇനി അമ്മയെക്കുറിച്ചും അനിയനെക്കുറിച്ചും ഒക്കെ പറയാം. അവര് തരുന്ന ഒരു സപ്പോർട്ട് എത്രത്തോളമാണ് ജിഷയ്ക്ക്? അവരാണ് ഇപ്പോൾ വരുന്നോണ്ട് എനിക്ക് ശരിക്കും ചോദിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അതാണ് വീണ്ടും ജിഷ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു നമ്പറിൽ നിന്നല്ലല്ലോ അല്ലേ, പല നമ്പറിൽ നിന്നാണല്ലോ കോൾ വരുന്നത്. തോന്നുന്നു ശ്രദ്ധിച്ചറിയുന്നത് അറ്റാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് നല്ല കോളുകളാകട്ടെ. ഒരുപാട് കച്ചവടം ഇത്തവണ ഇനി കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് തിരുത്തണം. ഇത്തവണ ന്യൂസ് 18-ൽ വന്നിട്ടാണ് എനിക്ക് ഇഷ്ടം പോലെ കുട വിൽക്കാൻ പറ്റിയെന്ന് പറയാൻ കഴിയട്ടെ ജിഷയ്ക്ക്. വേറെ എന്തൊക്കെയാണ് വിനോദം? അതിനുള്ള സമയമില്ല എങ്കിൽ പോലും പടം വരയ്ക്കും, പിന്നെ ഈ പറഞ്ഞ പണികളൊക്കെ വിനോദം ഉണ്ട്. എന്ന് അല്ലാതെ പറഞ്ഞാൽ ഇതൊക്കെ ഞാനൊരു വിനോദമായിട്ടാണ് കാണാറ്. പിന്നെ ഈ ഉം. ചെയ്യുന്ന തയ്യൽ ജിഷ, എന്തായാലും ഈ നമ്മുടെ ഷോയെ അത് ബാധിക്കുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും ആ കോളുകൾ വരുന്നത്. പക്ഷേ വലിയ സന്തോഷമുണ്ട്. അതെ നമ്മള് ഫോണിലാണ്. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതും. ജിഷയ്ക്ക് കോളുകൾ വരണം, ജിഷയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ജിഷയുടെ ഈ പറഞ്ഞ പോലെയുള്ള കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ വരണം, താങ്കളെ സമീപിക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അത് നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ തന്നെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യൂ. നല്ല ഒരു മഴക്കാലമാകട്ടെ ജിഷയ്ക്ക്. ഇനി അങ്ങോട്ട് പറഞ്ഞ സ്വപ്നങ്ങളെല്ലാം സാധിക്കട്ടെ. നല്ല ഒരു പെയിന്റിംഗ് എക്സിബിഷൻ, ഒരു സോളോ എക്സിബിഷൻ ജിഷയുടേത് ഉടനെ തന്നെ നടത്താൻ പറ്റട്ടെ. അമ്മയ്ക്കും അനിയനും എല്ലാവരോടും അന്വേഷണം പറയുക, ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക, ഇതുപോലെ കൂടുതൽ ആളുകളിലേക്ക് പ്രചോദനമാവുക. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് ജിഷ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.